Learn Commerce. Please like, share, and subscribe. ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് ക്ലാസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദ ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻ്റർപ്രൈസിൻ്റെ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന ക്യാപിറ്റൽ, അതിനാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. It is required for the purchase of raw material and for meeting the day-to-day expenditure on salaries, wages, rent, advertising, etc. ഒക്കെ ഒരു എൻ്റർപ്രൈസിന് ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഡേ ടു ഡേ ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, അതായത് റോ മെറ്റീരിയൽ പർച്ചേസിങ് ആകാം, സാലറീസ് ആകാം, വേജസ് ആകാം, റെൻ്റ് ആയിരിക്കാം, അഡ്വർടൈസിങ് ആകാം. ഇങ്ങനെ ഒരു ഓർഗനൈസേഷന് ഡേ ടു ഡേ വരുന്ന എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ്സ് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺവേർട്ടബിൾ അസറ്റ്സ് ഹോൾഡ് ചെയ്യാൻ അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് നീഡഡ് ഫോർ ഹോൾഡിംഗ് സം കൺവേർട്ടബിൾ അസറ്റ്സ് സച്ചാസ്. ഏതൊക്കെയാണ് കൺവേർട്ടബിൾ അസറ്റ്സ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ്? സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, ക്യാഷ്, ഇങ്ങനെയുള്ള കറണ്ട് അസറ്റ്സിനെ ഹോൾഡ് ചെയ്യാൻ വർക്കിംഗ് ക്യാപിറ്റൽ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇതിന് കൺവേർട്ടബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്? അതായത് ഇത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതിന് കൺവേർട്ടബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് കൺവേർട്ടബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ക്യാഷ് എന്ന് പറയുന്ന കറണ്ട് അസറ്റാണ്, കൺവേർട്ടബിൾ അസറ്റ് എന്ന് പറയും. കാരണം ക്യാഷിന് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? ക്യാഷ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു റോ മെറ്റീരിയൽ, റോ മെറ്റീരിയൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ ടു ബുക്ക് ഡെപ്റ്റ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ, ആൻഡ് ദെൻ ബുക്ക് ഡെപ്റ്റ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ ഇൻ ടു ക്യാഷ്. ഇതൊരു സൈക്കിൾ പോലെയാണ് ശരിക്കും. അതായത് ക്യാഷ് റോ മെറ്റീരിയൽ ആയി മാറുന്നു, റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ്, പിന്നെ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് ബിൽസ് റിസീവബിൾ ആയി മാറുന്നു, പിന്നെ അത് വീണ്ടും ക്യാഷ് ആയിട്ട് വരുന്നു. അതൊരു സൈക്കിളാണ് ശരിക്കും ഒരു ഫേമിൻ്റെ സംബന്ധിച്ച് ഡേ ടു ഡേ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, ക്യാഷ് ഉപയോഗിച്ച് നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, അത് കഴിയുമ്പം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാകുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്നു. അതിന് ശേഷം അത് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ബിൽസ് റിസീവബിൾ ഉണ്ടാകുന്നു, അത് വീണ്ടും അഗൈൻ ക്യാഷ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ കൺവേർട്ടബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, this amount goes on circulating or revolving from cash to current asset and current asset to cash. പറഞ്ഞല്ലോ, ക്യാഷിന് കറണ്ട് അസറ്റിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നു, അതിനുശേഷം കറണ്ട് അസറ്റ് ക്യാഷ് ആയിട്ട് മാറുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ്, പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ്, പിന്നെ ബിൽസ് റിസീവബിൾ, പിന്നെ അഗെയിൻ ക്യാഷ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് വൈ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ കോൾഡ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഓർ റിവോൾവിംഗ് ക്യാപിറ്റൽ ഓർ ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ ഓർ ലിക്വിഡ് ക്യാപിറ്റൽ. It is also known as operating capital. Thus, working capital is concerned with the management of firm's current assets and current liability. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേമിൻ്റെ കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കൺസേൺ വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ഫേംസ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലാബിലിറ്റി. In short, it is the fund which a company must possess to finance its daily operations. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ഒരു ഫേം അതിൻ്റെ ഡെയിലി ഓപ്പറേഷൻസ് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ട ഫണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ ഒരു ഫേമിന് ആവശ്യമായിട്ട് വരുന്ന ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അടുത്ത നേച്ചർ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് പറയുന്നത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാം. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദ ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. പറഞ്ഞ കാര്യമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ്. കറണ്ട് അസറ്റ്സ് ആർ ഷോർട്ട് ലിവ്ഡ്. ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദി കറണ്ട് അസറ്റ്സ് വേരീസ് ഫ്രം ഡേ ടു ഡേ. അതായത് എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം കറണ്ട് അസറ്റിൽ എന്നുള്ളത് ഓരോ ദിവസത്തിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകാം. Therefore, managing current assets require more attention than managing fixed asset. അപ്പോൾ ഈ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം എന്നത് മാറ്റം ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് അസറ്റ് മാനേജ് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതിലും കൂടുതൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം കറണ്ട് അസറ്റ് മാനേജ് ചെയ്യുമ്പോൾ. ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ എ ഫേം ഡിറ്റർമൈൻസ് ഇറ്റ്സ് ലിക്വിഡിറ്റി പൊസിഷൻ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ലെവലാണ് ഒരു ഫേമിൽ എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടോ അതിൻ്റെ ലെവലിനനുസരിച്ചിട്ടാണ് ആ ഫേമിൻ്റെ ലിക്വിഡിറ്റി നമ്മൾ നിർണ്ണയിക്കുന്നത്. ഓക്കെ, working capital requirements are financed through
ഷോർട്ട് ടേം സോഴ്സസ്. സാധാരണ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ്സ് ഫൈനാൻസ് ചെയ്യുന്ന ഏതിലൂടെയാണ്? ഷോർട്ട് ടേം സോഴ്സുകളിലൂടെയാണ്. ഓക്കെ, ഹൗവർ എ പാർട്ട് ഓഫ് ഇറ്റ് മേ ബി ഫൈനാൻസ്ഡ് ത്രൂ ലോങ് ടേം സോഴ്സസ്. എന്നിരുന്നാലും കൂടുതലും ജനറലി നമ്മൾ ചെയ്യാറ് ഷോർട്ട് ടേം സോഴ്സിൽ നിന്നാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസ് ചെയ്യാറ്. എങ്കിലും ചെറിയൊരു ഭാഗം ഏതിൽ നിന്ന് ഫൈനാൻസ് ചെയ്യാറുണ്ട്? അതിൻ്റെ ഒരു പാർട്ട് ലോങ് ടേം സോഴ്സിൽ നിന്ന് ഫൈനാൻസ് ചെയ്യാറുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ക്യാഷ് മാനേജ്മെൻറ്റ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, പേയബിൾസ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ പല ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റുകൾ വരുന്നുണ്ട്. ക്യാഷ് മാനേജ്മെൻറ്റ് ഉണ്ട്, റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഉണ്ട്, പേയബിൾസ് മാനേജ്മെൻറ്റ് ഉണ്ട്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഉണ്ട്. കറണ്ട് അസെറ്റ്സ് ആർ ഇൻ്റർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഈ കറണ്ട് അസറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർ റിലേറ്റഡ് ആണ്, ഒന്ന് മറ്റൊന്നുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതായത് ഒരു കറണ്ട് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ മറ്റൊരു കറണ്ട് അസറ്റിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഇൻ്റർ റിലേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ ടു മേജർ കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. പ്രധാനമായിട്ട് രണ്ട് കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണുള്ളത്, ഗ്രോസ് കോൺസെപ്റ്റും നെറ്റ് കോൺസെപ്റ്റും. ഓക്കെ, രണ്ട് കോൺസെപ്റ്റാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത്, ഗ്രോസ് കോൺസെപ്റ്റും നെറ്റ് കോൺസെപ്റ്റും. അതിന് മുമ്പ് വർക്കിംഗ് ക്യാപിറ്റലിലെ കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ ടു കോമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ദേ ആർ കറണ്ട് അസെറ്റ് ആൻഡ് കറണ്ട് ലാബിലിറ്റി. രണ്ട് കോമ്പോണൻസ് ആണുള്ളത്, കറണ്ട് അസെറ്റും കറണ്ട് ലാബിലിറ്റിയും. കറണ്ട് അസെറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കറണ്ട് അസെറ്റ്സ് ആർ ദോസ് അസെറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി ഓഫ് എ ഫേം, യൂഷ്വലി 1 year. ഓക്കെ, അതായത് കറണ്ട് അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്, അത് നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റിയിൽ. ഓക്കെ, യൂഷ്വലി 1 year, ഒരു വർഷത്തിൽ നമുക്ക് ഈസിലി ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബാങ്ക് ബാലൻസ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇതൊക്കെയാണ് കറണ്ട് അസറ്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ലാബിലിറ്റീസ് ആർ ദോസ് ലാബിലിറ്റീസ് വിച്ച് ആർ റീപേയബിൾ ഡ്യൂറിങ് ഷോർട്ട് പീരീഡ്, യൂഷ്വലി വിത്തിൻ എ ഇയർ. അതായത് ഒരു വർഷത്തിനുള്ളിൽ റീപേ ചെയ്യേണ്ട ബാധ്യതകൾ, അങ്ങനെയുള്ള ലാബിലിറ്റീസിനാണ് കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെയാണ്? സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഡിവിഡൻസ് പേയബിൾ, ഇതൊക്കെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഇതൊക്കെയാണ് കറണ്ട് ലാബിലിറ്റീസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിന് രണ്ട് കോൺസെപ്റ്റുകളുണ്ട്, ഗ്രോസ് കോൺസെപ്റ്റും നെറ്റ് കോൺസെപ്റ്റും. അതെന്താണെന്ന് നോക്കാം. ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണ്? അക്കോർഡിംഗ് ടു ഗ്രോസ് കൺസെപ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ റിഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൽ എത്രത്തോളം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അതാണ് ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഗ്രോസ് കോൺസെപ്റ്റിൽ എന്താണ്? എന്തിന് തുല്യമാണ്? ടോട്ടൽ കറണ്ട് അസറ്റിന് തുല്യമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്. ദ വർക്കിംഗ് ക്യാപിറ്റൽ ആസ് പെർ ഗ്രോസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം എത്രത്തോളം എമൗണ്ട് ആണ് കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് ആണ്. അതുപോലെ തന്നെ ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. ഇനി നെറ്റ് കോൺസെപ്റ്റ് എന്താണ്? നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലാബിലിറ്റി ആണ്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി, അതാണ് നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലാബിലിറ്റി, അതാണ് നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ റിഫേഴ്സ് ടു നെറ്റ് കറണ്ട് അസറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ ആസ് പെർ നെറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, കാരണം ബിക്കോസ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഡെഫിനിഷൻ ഉണ്ട്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ഫേംസ് കറണ്ട് അസറ്റ് വിച്ച് ഈസ് ഫിനാൻസ്ഡ് വിത്ത് ലോങ് ടേം ഫണ്ട്. അങ്ങനെ ഒരു മറ്റൊരു ഡെഫിനിഷനും കൂടെ പറയാറുണ്ട്. ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. എപ്പോഴാണത് പോസിറ്റീവായി മാറുന്നത്? കറണ്ട് അസറ്റ് കറണ്ട് ലാബിലിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ, കറണ്ട് അസറ്റ് എക്സീഡ് കറണ്ട് ലാബിലിറ്റി, ആ ഒരു സിറ്റുവേഷൻ ആണുള്ളതെങ്കിൽ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. വെൻ കറണ്ട് ലാബിലിറ്റീസ് ആർ ഇൻ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്, അതായത് കറണ്ട് ലാബിലിറ്റി ആണ് കറണ്ട് അസറ്റിനേക്കാൾ കൂടുതലെങ്കിൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഇറ്റ് മെഷേഴ്സ് ഫേംസ് ലിക്വിഡിറ്റി.
ഒന്ന് ഫേമിൻ്റെ ലിക്വിഡിറ്റി മെഷർ ചെയ്യുന്നുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ടു ആക്സസ് ദ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ദി ഫേം. അതായത് ഷോർട്ട് ടേം സോൾവൻസി അസസ് ചെയ്യാൻ പറ്റും. ക്രെഡിറ്റേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഷോർട്ട് ടേം സോൾവൻസി ഒരു ഫേമിന് അസസ് ചെയ്യാൻ ഏത് ഹെൽപ്പ് ചെയ്യുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി ഫൈനാൻസ്ഡ് വിത്ത് ലോങ് ടേം ഫണ്ട്. എത്രത്തോളം ലോങ് ടേം ഫണ്ട് വെച്ചിട്ട് ഫൈനാൻസ് ചെയ്യാം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി ഫൈനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് എ എൻ്റർപ്രൈസ്. ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ എൻ്റർപ്രൈസിൻ്റെ ഫൈനാൻഷ്യൽ സൗണ്ട്നെസ്സിന് ഇൻഡിക്കേറ്റർ ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതൊക്കെയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ. ഇനി ഗ്രോസ് കോൺസെപ്റ്റും നെറ്റ് കോൺസെപ്റ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഗ്രോസ് കോൺസെപ്റ്റ് ഈസ് ഫൈനാൻഷ്യൽ ഓർ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഓക്കെ, ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ വരുന്നതാണ്. നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഗ്രോസ് കോൺസെപ്റ്റ് ഗോയിങ് കൺസേൺ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കോൺസെപ്റ്റ് ആണ്. നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ വരുന്നതാണ്. നെറ്റ് കോൺസെപ്റ്റ് മേ ബി സ്യൂട്ടബിൾ ഓൺലി ഫോർ സോൾ ട്രേഡർ ഓർ പാർട്ട്ണർഷിപ്പ് ഫേം. നെറ്റ് കോൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത് എന്തിനാണ്? സോൾ ട്രേഡർക്കോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനോ ആണ്. ഗ്രോസ് കോൺസെപ്റ്റ് ഈസ് വെരി സ്യൂട്ടബിൾ ടു ദ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ. Of the two, the concept of net working capital is most widely used. ഓക്കെ, ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ടൈപ്സ് ആണ് പറയുന്നത്. പ്രധാനമായിട്ട് 2 ടൈപ്പാണുള്ളത്. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും. എന്താണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? ദർ ഈസ് ഓൾവേസ് എ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് കണ്ടിന്യൂസ്ലി റിക്വയർഡ് ബൈ ദ എൻ്റർപ്രൈസ് ടു ക്യാരി ഔട്ട് ഇറ്റ്സ് നോർമൽ ബിസിനസ് ഓപ്പറേഷൻസ്. അതായത് ഒരു ബിസിനസ് എൻ്റർപ്രൈസിന് നോർമൽ ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻസ് നടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു മിനിമം എമൗണ്ട് ആവശ്യമാണ്. ആ ഒരു മിനിമം എമൗണ്ടിനെയാണ് എപ്പോഴും ഒരു മിനിമം എമൗണ്ട് ആവശ്യമാണ്. ആ എമൗണ്ടിനെയാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് കണ്ടിന്യൂസ്ലി റിക്വയർഡ് ബൈ ദ എൻ്റർപ്രൈസ് ടു ക്യാരി ഔട്ട് ഇറ്റ്സ് നോർമൽ ബിസിനസ് ഓപ്പറേഷൻസ്. ദിസ് ഈസ് യൂഷ്വലി കോൾഡ് പെർമനൻറ്റ് ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിന് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു നോർമൽ ബിസിനസ് ഓപ്പറേഷൻസ് എപ്പോഴും ഒരു എൻ്റർപ്രൈസിന് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന ആ ഒരു മിനിമം എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിന് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയും. ഓക്കെ, മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ടു എൻഷുർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് സപ്പോർട്ട് ദ നോർമൽ ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ്. അങ്ങനെയും നമുക്ക് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിഫൈൻ ചെയ്യാം. It is that part of work capital which is permanently blocked in current asset. Permanent working capital is again divided into 3. ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വീണ്ടും 3 തരംതിരിക്കാം. അപ്പോൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താ? മിനിമം എമൗണ്ട് ആണ് നമുക്ക് വേണ്ടി വരുന്നത്. ഒരു ബിസിനസ് എൻ്റർപ്രൈസിന് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി വരുന്ന മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വീണ്ടും 3 തരംതിരിക്കാൻ പറ്റും. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, എന്താണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമായിട്ട് വരുന്ന ക്യാപിറ്റൽ. ക്യാപിറ്റൽ വിച്ച് ഈസ് നീഡഡ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ബിസിനസ് ഈസ് കോൾഡ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. അത് ബിസിനസ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ആവശ്യമായിട്ട് വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ, അതാണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ ആവശ്യമായിട്ട് വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ വിത്ത് വിച്ച് ദ പ്രൊജക്റ്റ് ഈസ് കമൻസ്. ഈ ഒരു ക്യാപിറ്റൽ വെച്ചിട്ടാണ് പ്രൊജക്റ്റ് നമ്മൾ കമൻസ് ചെയ്യുക. അതായത് ഇനീഷ്യൽ സ്റ്റേജിലാണ്, ഇനീഷ്യൽ സ്റ്റേജിൽ ആവശ്യമായിട്ട് വരുന്ന ക്യാപിറ്റലാണല്ലോ ഇത്. അതുകൊണ്ടാണ് പറയുന്നത് പ്രൊജക്റ്റ് കമൻസ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന ക്യാപിറ്റൽ എന്ന്. ഇനി എന്താണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ എമൗണ്ട് നീഡഡ് ഫോർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിൽ കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആവശ്യമായിട്ട് വരുന്ന എമൗണ്ടിനാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, കണ്ടിന്യൂസ് ഓപ്പറേഷന് ആവശ്യമായിട്ട് വരുന്ന ആ ഒരു എമൗണ്ട്, ആ എമൗണ്ടിന് നമ്മൾ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആഫ്റ്റർ ദ പ്രോജക്റ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ഗോയിങ് കൺസേൺ. ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ദി ലിക്വിഡ് ക്യാപിറ്റൽ ടു കീപ്പ് അപ്പ് ദ ക്യാപിറ്റൽ സർക്കുലേറ്റിംഗ് ഫ്രം ക്യാഷ് ടു ഇൻവെൻട്രീസ് ടു റിസീവബിൾസ് ആൻഡ് ബാക്ക് അഗെയിൻ ടു ക്യാഷ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ ഒരു സൈക്കിളാണിത്. എന്താണ്, ക്യാഷിന് നമ്മൾ റോ മെറ്റീരിയലാക്കി മാറ്റുന്നു, അത് വർക്കിംഗ് പ്രോഗ്രസ് ആകുന്നു, അത് കഴിഞ്ഞ് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നത്, വീണ്ടും ബിൽസ് റിസീവബിൾ ആവുന്നത്, വീണ്ടും ക്യാഷ് ആവുന്നു. ഈ ഒരു സൈക്കിള് നടക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു റൊട്ടേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന ക്യാപിറ്റൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിന് പറയാവുന്നതാണ്. ഇനി എന്താണ് റിസർവ് മാർജിൻ അല്ലെങ്കിൽ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ?
It is the excess working capital over the regular working capital that should be kept in reserve for contingencies that may arise at any time. അതായത് ഈ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിന് പുറമെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് എന്തെങ്കിലും കണ്ടിൻജൻസീസോ എന്തെങ്കിലും എമർജൻസീസോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ റിസർവ് ആയിട്ട് കരുതി വെക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് ഈ റിസർവ് മാർജിൻ അല്ലെങ്കിൽ കുഷൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്തിനു പുറമെ? ഈ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിന് പുറമെ. അതായത് എന്തെങ്കിലും പ്രൈസ് പെട്ടെന്ന് കൂടുന്നു, അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ടാവുന്നു, സ്ട്രൈക്ക് വരുന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കണ്ടിൻജൻസി സിറ്റുവേഷൻ വരുമ്പം അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിന് പുറമെ കീപ്പ് ചെയ്യുന്ന ആ ഒരു വർക്കിംഗ് ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് കുഷൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിസർവ് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ? ഓക്കെ, അപ്പോൾ രണ്ട് തരമാണ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രധാനമായിട്ടുള്ളത്, പെർമനൻറ്റും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും. പെർമനൻ്റ് ഉള്ളിൽ തന്നെ മൂന്നായിട്ടൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്: ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ, റിസർവ് മാർജിൻ. ഇനി അടുത്തത് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. എനി എമൗണ്ട് ഓവർ ആൻഡ് എബവ് ദ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് വേരിയബിൾ ഓർ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന് ഓവറായിട്ട് അല്ലെങ്കിൽ എബവ് ആയിട്ട് വരുന്ന ആ ഒരു എമൗണ്ടിന്, ആ ഒരു ക്യാപിറ്റലിനെയാണ് വേരിയബിൾ അല്ലെങ്കിൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ വോളിയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ അഡീഷണൽ ക്യാപിറ്റൽ നീഡഡ് ടു മീറ്റ് സീസണൽ ആൻഡ് പേഴ്സണൽ നീഡ്സ്. അതായത് അഡീഷണൽ ക്യാപിറ്റലാണ് ഈ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്ത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള? സീസണൽ നീഡ് അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് കീപ്പ് ചെയ്യുന്ന ക്യാപിറ്റലാണ് ഈ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു ടു. ഇതിനെ വീണ്ടും രണ്ടായി തരംതിരിക്കാം: സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. എന്താണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ? ഇറ്റ് ഈസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് നീഡഡ് ടു മീറ്റ് ദ സീസണൽ നീഡ്സ് ഓഫ് ദി ഫേം. ഫേമിൻ്റെ സീസണൽ നീഡുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ക്യാപിറ്റലിനെയാണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ദിസ് റിഫേഴ്സ് ടു ദ എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റൽ ടു ബി മെയിൻറ്റെയിൻഡ് ടു ഫൈനാൻസ് സ്പെഷ്യൽ ഓപ്പറേഷൻസ്. സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഫൈനാൻസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ്. ആദ്യം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഗ്രോസ് കോൺസെപ്റ്റ് എന്താണ്, നെറ്റ് കോൺസെപ്റ്റ് എന്താണ്, അത് തമ്മിലുള്ള കമ്പാരിസൺ പറഞ്ഞു. പിന്നെ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞു. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. അതിനുള്ളിൽ തന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.